കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവായിട്ടില്ല. 32 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 964 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. കെ ലതീഷാണ് ചേരുന്നത്. ലതീഷെ, ഈ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളക്കെട്ട് വലിയ പ്രതിസന്ധിയായി തുടരുകയാണോ? ലതീഷെ, പറയാം. രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ മഴ മാറി നിൽക്കുകയും ക്യാമ്പിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇത്തവണ ക്യാമ്പിൽ തന്നെ തുടരേണ്ട ഒരവസ്ഥയാണ് പല സ്ഥലങ്ങളിലുമുള്ളത്. ഓറഞ്ച് അലേർട്ടാണ്. എന്നാൽ ഓറഞ്ച് അലേർട്ടിനനുസരിച്ചുള്ളൊരു മഴ നിലവിലില്ല. മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഒറ്റപ്പെട്ട കനത്ത മഴയാണ് പലയിടങ്ങളിലും പെയ്യുന്നത്. മലയോരത്ത് അത്യാവശ്യം മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 32 ക്യാമ്പുകളിലായ 1000-നടുത്ത ആളുകളാണ് കോഴിക്കോട് ജില്ലയിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. പലയിടത്തും വെള്ളം കയറി വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു നിലയുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രോവിഡൻസ് ക്യാമ്പിലാണ്. 300-ലധികം പേർ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്ന് വെള്ളം കയറിയതിനെ തുടർന്ന് പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകി വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇത്രയും ആളുകളെ ഈ ക്യാമ്പിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളോട് നമുക്കൊന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളെന്ന്. ഇവിടെ കൃത്യമായ അങ്ങ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ? ശരി. ഇന്നലെയൊക്കെ കുറച്ച് നേരം വൈകിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പുമാവും ചായ, ഇന്നലെ ഉപ്പുമാവും ചായ തന്നെയായിരുന്നു. മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ താമസിക്കാൻ? താമസ സൗകര്യം ഉണ്ട്. അത്യാവശ്യം ഭക്ഷണം പ്രശ്നമാണ്. പിന്നെ ഗുളിക മരുന്നും കഴിക്കുന്ന ആൾക്കാരല്ലേ, നേരത്തിന് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാലല്ലേ നമ്മളത് അവർക്ക് ആ മരുന്നും ഇതൊക്കെ കഴിക്കാനും കഴിയുള്ളൂ. ഷുഗറും പ്രഷറും എല്ലാ അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ആകുമ്പോൾ. വസ്ത്രങ്ങളൊക്കെ മാറാനൊക്കെ ലഭിക്കുന്നുണ്ടോ? അത് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഒരു പായ ഒരു പുതപ്പും അതാ കിട്ടിയത്. പിന്നെ ഇപ്പം ഇന്നലെ ഒരാൾക്ക് ഒരു പായ അങ്ങനെ അല്ല തരുന്നത്, 4 ആളാ ഒരു പായയിൽ ഉള്ളത്. അങ്ങനെയൊക്കെ ഇതായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഇന്നലെ എന്നിട്ട് അവരൊന്നും കൂടി തന്നു, അത്ര ഇത് തന്നു. പക്ഷെ ഭക്ഷണം ഭയങ്കര ഒരു ഇതാണ്, നേരെ വൈകുന്നതും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 1 മണി 2 മണിയൊക്കെ ആയിട്ടാണ് ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. രാവിലത്തെ ഒരു ചായ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ ഇവിടുന്ന്. അതാണ് പ്രശ്നം. എന്തായാലും ഭക്ഷണം കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നടക്കമുള്ള പരാതികൾ ആളുകൾക്ക് പറയാനുണ്ട്. എന്താണ് ക്യാമ്പിൻ്റെ ഒരു പൊതു അവസ്ഥ? ക്യാമ്പിൻ്റെ പൊതു അവസ്ഥ സാറേ ശോചനീയമായ അവസ്ഥ തന്നെയാണ്. കാരണം ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന ആളുകളാണ്. അപ്പം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിരുന്നതൊക്കെ ചില ക്യാമ്പിൽ നിന്ന് വരുമ്പോൾ ഒരു ചൂട് കാപ്പി ഒരു ചായ എല്ലാം കൊടുക്കും. വെള്ളത്തിൽ നിന്ന് വിറച്ച് വരുന്നവരാണ്. അപ്പോൾ വന്ന് ഞാൻ രാവിലെ എത്തിയിട്ടുണ്ട് ശനിയാഴ്ച. കാരണം എനിക്ക് ഡയറക്റ്റ് പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഭാഗത്തുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വന്നിട്ട് അപ്പോൾ ഉച്ചയ്ക്കൊരു ചോറൊക്കെ ആളുകൾക്ക് ഉച്ചയ്ക്ക് പിന്നെ വന്ന ആളുകൾ ഭക്ഷണം കിട്ടാതായി. പിന്നെ ഇന്നലെ രാത്രി ഒന്നും കറികളും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ ശോചനീയാവസ്ഥയിലുള്ളതാണ് നമ്മളെ ഭക്ഷണം. ഒന്നിനും ഇന്നലെ നമ്മൾ ഗോവിന്ദമാഷിയോട് വന്നപ്പോൾ നമ്മളത് പറയണ്ടായി, സാറേ എന്തെങ്കിലും ഒന്ന് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ MLA ഇവിടെ കയറി ഇറങ്ങിയപ്പോലെ നമ്മളെ അവസ്ഥയ്ക്ക് പരിഹാരം കാണും. നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ മാനസികമായിട്ട് തകർന്ന് നിൽക്കും. നമുക്ക് ഫുഡെങ്കിലും വേണം. അത് ശോചനീയാവസ്ഥയാണ്. പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇന്നറോ എന്തെങ്കിലും ഒരു സാധനം. ഇപ്പം ഞാൻ ഇന്ന് 2 ദിവസമായി 3 ദിവസം എന്നേക്ക് ഒരു ബ്രഷ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. വെളിച്ചെണ്ണ ഇപ്പം വേറെ ഉള്ളവരോടൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ക്യാമ്പിൽ വളരെ നമ്മൾ മുമ്പൊക്കെ 18-ലും 19-ലൊക്കെ നടത്തിയിട്ടുള്ള ക്യാമ്പുകളിൽ ഞങ്ങൾക്ക് വേണ്ടാതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇടയ്ക്കായിട്ട് പഴങ്ങളായിട്ടും ബിസ്ക്കറ്റുകളായിട്ടും നമുക്ക് വേണ്ട മുട്ട ഏതെങ്കിലുമൊക്കെ ആ ഒരു കോർഡിനേഷൻ്റെ ഒരു മികവ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആവശ്യം നമുക്ക് വിശപ്പിനുള്ളതും അത്യാവശ്യം ഡ്രസ്സോ കാര്യങ്ങളൊക്കെ തരണം. അതന്നെ ഇന്നലെ നമ്മൾ പ്രതികരിച്ചതുകൊണ്ടാണ് ഇന്ന് ഉപ്പുമാവിനൊരു പഴം കിട്ടിയത്. ഇന്നലെ ഉപ്പുമാവാണോ എന്താണെന്നുള്ളത് അറിയില്ല. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതൊന്നുമില്ല, അത് കഴിച്ചിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഇന്നലെ
അവർക്ക് കഴിക്കുന്നതാണെങ്കിൽ 2 ബക്കറ്റ് അവിടെ ഈ സമയം കൊണ്ട് നിറയൂല. ഇത് ഭക്ഷണം എല്ലാവരും കൊണ്ട് കൊട്ടുകയാണ്. ഇന്നലെ ആണെങ്കിലും ഇല്ല, ഞാൻ ഇന്നലെ രാത്രി ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഇന്നലെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, പോലീസെല്ലാം വന്ന്. കാരണം ഭക്ഷണമില്ല, നമുക്ക് വേണ്ട ഭക്ഷണമാണേ. ആ ഒരു അവസ്ഥയിലാണ്. ഡ്രസ്സായിട്ട് വളരെ ശോചനീയാവസ്ഥയാണ് നമ്മളെ അവസ്ഥ. ക്യാമ്പിൽ നമ്മൾ സുഖവാസത്തിനല്ല. എന്തായാലും ക്യാമ്പിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ക്യാമ്പിൽ വന്ന് താമസിച്ച കുടുംബങ്ങൾ തന്നെയാണ് ഇത്തവണയും വെള്ളക്കെട്ടിനെ തുടർന്ന് ക്യാമ്പിലേക്ക് വന്നത്. അവർക്ക് മുൻ അനുഭവങ്ങളിൽ നിന്ന് അവർ പറയുന്നത് ഭക്ഷണത്തിനും അതേപോലെ തന്നെ വസ്ത്രത്തിനും ഉൾപ്പെടെ വലിയ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ്. ഇന്നലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കോഴിക്കോടെത്തിയപ്പോൾ രാത്രി ഈ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. ഗോവിന്ദൻ മാസ്റ്ററോട് ഉൾപ്പെടെ ഇത്തരം പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പോലീസ് ഉൾപ്പെടെ ഇവിടെ വരികയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് അധികൃതർ ഉൾപ്പെടെ സമ്മതം നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ ഈ ക്യാമ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികൃതർ ഇക്കാര്യം ശ്രദ്ധിക്കും എന്നും അടിയന്തരമായി ഇക്കാര്യത്തിൽ അവരുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അക്ഷയ്.